നമസ്കാരം, നിഖിലാണ്. അങ്ങനെ ലോകകപ്പിൽ 48 തുടങ്ങിയ ടീമുകളിൽ 40 പുറത്തായി. ഇനി അവശേഷിക്കുന്നത് 8 ടീമുകൾ കൂടി മാത്രമാണ്. ലോകകപ്പിൽ ഇന്നലെ മത്സരം ഉണ്ടായിരുന്നില്ല. ഇനി നടക്കാൻ പോകുന്നത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടമാണ്. സെമി ഫൈനലിലേക്ക് ആരൊക്കെ എത്തും എന്നുള്ളതിനുള്ള പോരാട്ടങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ആദ്യത്തെ പോരാട്ടം ഫ്രാൻസും മൊറോക്കോയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പരിശോധിക്കുക. അപ്പം ഈ ഒരു മൊത്തത്തിലൊരു റൗണ്ട് ഓഫ് 16 ഒരു അതായത് പ്രീ ക്വാർട്ടറിൻ്റെ ഒരു റീക്യാപ്പ്, അതായത് ഏതൊക്കെ ടീം ക്വാളിഫൈ ചെയ്തു എന്നൊരു സംഭവം ഉണ്ട്. ആ സമയത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കുന്നുണ്ട്. അപ്പം എന്താണ് സെമി ഫൈനലിലേക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു റൗണ്ട് ഓഫ് 16 ഒരു റീക്യാപ്പ് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കേണ്ടതുണ്ട്. അതായത് റൗണ്ട് ഓഫ് 16 നിന്ന് ഈ ഒരു 8 ടീമുകൾ, അതായത് ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തത് 8 ടീമുകളാണ്. അത് ഫ്രാൻസ്, മൊറോക്കോ, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജൻറ്റീന, സ്വിറ്റ്സർലൻഡ് ഈ ടീമുകളാണ്. ഈ 8 ടീമുകളാണ് അവസാന 8 ടീമുകളിലായി ഇടം പിടിച്ചിട്ടുള്ളത്. 8 ടീമുകളാണ് 8 സ്ഥാനങ്ങളായി ഉള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് ഈ ഒരു പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ നോർവേ ബ്രസീലിനെ പുറത്താക്കിയ ഒരു മത്സരം ഉണ്ടായിരുന്നു. വളരെ മനോഹരമായൊരു പോരാട്ടം തന്നെയായിരുന്നു. ആരാധകർക്ക് ഉറ്റുനോക്കിയൊരു മത്സരമായിരുന്നു ബ്രസീലിൻ്റെ ഒരു പോരാട്ടം. ബ്രസീലും നോർവേയും തമ്മിലൊരു മത്സരം. അതിൽ ബ്രസീലിനെ തകർത്തെറിഞ്ഞതുകൊണ്ട് ഹാളണ്ടിൻ്റെ നോർവേ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അത്യന്തം ആവേശകരമായ നാടകീയത നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരുന്നു. അതിൽ ഹാളണ്ടിൻ്റെ വ്യക്തിപരമായ ഒരു മികവ് കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട പോരാട്ടം. മറ്റൊന്ന് കാനഡ, ആതിഥേയരായ കാനഡയെ തകർത്തുകൊണ്ട് മൊറോക്കോ ഈ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചത് ഒരു മനോഹരമായ പോരാട്ടമായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം ബെൽജിയം USA ആതിഥേയരായ USA പരാജയപ്പെടുത്തിക്കൊണ്ട് ബെൽജിയം ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തത് വളരെ മനോഹരമായൊരു ആധിപത്യത്തോടു കൂടി ഒരു വിജയമായിരുന്നു എന്നുള്ളത് സംശയമില്ല. ഒപ്പം സ്പെയിൻ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തതിൽ ഒക്കെ ഏറ്റവും അവസാനം നടന്നൊരു പോരാട്ടമാണ്. ഏറ്റവും ആരാധകരുടെ അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികളുടെ അല്ലെങ്കിൽ ഫുട്ബോൾ ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടൊരു മത്സരം. അത് അർജൻറ്റീനയും ഈജിപ്തും തമ്മിലൊരു പോരാട്ടമായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ചർച്ചകൾ പലയിടത്തും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-0 പിന്നിട്ടതിന് ശേഷം ഒരു 75 മിനിറ്റിന് ശേഷം അങ്ങോട്ട് ഒരു തിരിച്ചുവരവ് 3-2 ഒരു കംബാക്ക് നടത്തി അർജൻറ്റീന വിജയം സ്വന്തമാക്കിയതിൻ്റെ ആവേശത്തിൽ അർജൻറ്റീന ആരാധകർ ഒക്കെ ഉണ്ട്. അപ്പോഴും ചില വിവാദങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ ചൂടുപിടിച്ച് നടക്കുന്നുണ്ട്. പല കാരണങ്ങൾ അതിന് ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ ഈജിപ്തിൻ്റെ ഒരു അത് ഗോളല്ലാതാക്കി, അത് റഫറിയുടെ തീരുമാനം, അതിനെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അർജൻറ്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയതും വലിയൊരു വാർത്ത തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് പ്രധാനമായും ഈ ഒരു പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നടന്ന സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 8 ടീമുകൾ ക്വാളിഫൈ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരം ഇന്ന് നടക്കുന്നത് ഫ്രാൻസും മൊറോക്കോയും തമ്മിലുള്ളതാണ്. ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ഇരു ടീമിൻ്റെ പരിശീലകൻ നോക്കിയാൽ ഫ്രാൻസിലെ ദശാംശാണ് പരിശീലകനായിട്ടുള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പരിശീലകൻ തന്നെയാണ് ദശാംശ്. മുഹമ്മദ് ഓബിയാണ് മൊറോക്കോയുടെ പരിശീലകനായിട്ടുള്ളത്. അപ്പോൾ ഇവർ തമ്മിലൊരു പോരാട്ടം കൂടിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഡീറ്റെയിൽഡ് അനലിസ്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ ഒരു ജേർണി നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ സെനഗലിനെ 3-1 തകർത്തിരുന്നു. എംബാപ്പെ 2 ഗോളുകൾ നേടിയിരുന്നു. ഒപ്പം നോർവേ 4-1 പരാജയപ്പെടുത്തി. അപ്പോഴും എംബാപ്പയുടെ 2 ഗോളുകളുണ്ടായിരുന്നു. സ്വീഡനെ 3-0 പരാജയപ്പെടുത്തി. അപ്പോഴും എംബാപ്പയുടെ 2 ഗോളുകളുണ്ടായിരുന്നു. അങ്ങനെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരൊക്കെ ആയി റൗണ്ട് ഓഫ് 32 അവിടുന്ന് പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയപ്പോൾ പരഗ്വേയ്ക്ക് മുന്നിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒന്ന് മുട്ടിടിച്ച് വിറയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. 70 മിനിറ്റിൽ എംബാപ്പെ നേടിയൊരു പെനാൽറ്റി മാത്രമാണ് ഫ്രാൻസിന് ഒരു ഗോളായിട്ടെന്ന് അവരുടെ കൈവശം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിലൊക്കെ നോക്കിയാൽ നോർവേയും സ്വീഡനെയും സെനഗലിനെയും ഒക്കെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് എത്തിയൊരു ടീം അവർ പരാഗ്വേയുടെ മുമ്പിൽ, അതായത് പരാഗ്വേ നമുക്കറിയാം ജർമ്മനിയെ തകർത്തുകൊണ്ട് ഈ ഒരു ലോകകപ്പിൻ്റെ പ്രീ ക്വാർട്ടറിലെത്തിയ ടീമാണ്. പരാഗ്വേക്കെതിരെ ഒന്ന് വിറച്ചിട്ടാണെങ്കിലും ഒരു പെനാൽറ്റിയിലൂടെയാണ് ഫ്രാൻസ് വിജയിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പ്രശ്നം എന്തായാലും അവർക്കുണ്ട്. കാരണം അമിത ആത്മവിശ്വാസവുമായി ഇറങ്ങിയാൽ ഒരുപക്ഷെ അത് തങ്ങൾക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാകും എന്നൊരു പേടി എന്തായാലും ഫ്രാൻസിനുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. മറുവശത്ത് മൊറോക്കോയുടെ ജേണി നോക്കിയാൽ ബ്രസീലിനെതിരെ അവർ സമനില പാലിച്ചു. ഹെയ്തിക്കെതിരെ 4-2 വിജയം സ്വന്തമാക്കി. ഒപ്പം കാനഡയ്ക്കെതിരെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കാനഡയ്ക്കെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഒരു വിജയം അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിൽ എടുത്തു പറയേണ്ടൊരു കാര്യം അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള ബോനുവിൻ്റെ പ്രകടനമാണ്. ബോനുവിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കിടിലം കുറച്ച് സേവുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് ഏറ്റുമുട്ടലിൻ്റെ കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. ഈ പരാഗ്വേക്കെതിരെ ഫ്രാൻസ് പരാഗ്വേയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ചില കൗണ്ടർ അറ്റാക്കുകൾ അല്ലെങ്കിൽ
പ്രതിരോധം ഓക്കെ ആണെങ്കിലും ഫിനിഷിങ്ങിൽ പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട്, അറ്റാക്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പരാഗ്വേക്ക് ഗോളുകൾ നേടാനാകാതെ പോയത്. പ്ലസ് മൊറോക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ കൃത്യമായൊരു പ്രതിരോധ കോട്ട ഉണ്ടാക്കിയതിനു ശേഷം മറുവശത്തേക്ക് ആക്രമിക്കുന്ന ഒരു ശൈലി അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഫ്രാൻസിന് വലിയ വെല്ലുവിളിയാകുന്ന കാര്യത്തിൽ സംശയമില്ല. പറഞ്ഞ പോലെ ആ ഒരു കാര്യം തന്നെയാണ് എന്തായാലും മൊറോക്കോയുടെ അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്നത് തന്നെയാണ്. കാരണം ബ്രസീൽ പോലൊരു ടീമിനെ തുടക്കത്തിൽ തന്നെ സമനിലയിൽ തളച്ചതാണ്. ഒപ്പം കഴിഞ്ഞ ലോകകപ്പിലെ സെമി ഫൈനൽ വരെയുള്ള അവരുടെ ഒരു പ്രകടനമുണ്ട്, അതൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പം അത്തരത്തിൽ അതിൻ്റെയൊക്കെ ആത്മവിശ്വാസമാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം, തങ്ങൾക്ക് ഒന്നും പോകാനില്ല, വിജയിച്ചേ മതിയാകൂ എന്ന ഒരു മനസ്സുമായാണ് അവർ ഇറങ്ങുന്നത്. അപ്പോൾ അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഒരു അനലൈസ് നോക്കി കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ടുള്ള കൗണ്ടർ അറ്റാക്കുകൾ അവർക്കുണ്ട്, എംബാപ്പയുടെ ആ ഒരു സ്പീഡ് അവർക്കുണ്ട്, മിഡ്ഫീൽഡിലെ കൺട്രോൾ സ്ട്രോങ് ആണ്, സ്ക്വാഡിൻ്റെ ഡെപ്തും സ്ട്രോങ് ആണ്. ഇതാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി വീക്ക്നെസ് എന്ന് പറയുന്നത് ഫുൾ ബാക്കിൻ്റെ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ബാക്കിൽ സ്പേസ് പലപ്പോഴും സ്പേസ് വീഴുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഈ വലിയ ഡിഫെൻസീവ് ബ്ലോക്കുകളുള്ള ടീമുകൾക്കെതിരെ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച നമുക്ക് പരാഗ്വേക്കെതിരെ മത്സരം നേരത്തെ പറഞ്ഞു, അത് ഉണ്ട്. അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വീക്ക്നെസ്സിലൊന്ന്. ഇനി മൊറോക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പാക്ട് ഡിഫെൻസീവ് ഷേപ്പ് അവർക്ക് ഗുണമാണ്, സ്ട്രെങ്താണ്. ഡേഞ്ചറസ് ആയിട്ടുള്ള കൗണ്ടർ അറ്റാക്കുകളുണ്ട് അവർക്ക്. എക്സലൻ്റ് ആയിട്ടുള്ള ഗോൾ കീപ്പറാണ് അവരുടേത്. ഒപ്പം ടീം ഡിസിപ്ലിനും സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഇതൊക്കെയാണ് അവരുടെ സ്ട്രോങ് പോയിന്റുകൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഫീവറായിട്ടുള്ള, അതായത് ഈ സ്കോറിംഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവർ ഇച്ചിരി പിന്നിലാണ്, അത് അവരുടെ ഒരു വീക്ക്നെസ് ആണ്. ഒപ്പം ഹെവി ഡിഫെൻസീവ് വർക്ക് ലോഡ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അവർ അവർക്ക് വലിയ രീതിയിലൊരു വീക്ക്നെസ്സായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഫ്രാൻസ് അവിടെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എംബാപ്പയും ഡിംബാലയും അടക്കമുള്ള താരങ്ങളോട് ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം എംബാപ്പയും ഹക്കീമിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ വിങ്ങർമാരിൽ ഒരാളാണ് എംബാപ്പെ. എംബാപ്പയെ തടയുക എന്നുള്ളതായിരിക്കും ഹക്കീമിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, അതൊരു വലിയ പരീക്ഷണം അതായിരിക്കും. മത്സരത്തിൻ്റെ ഋതം നിയന്ത്രിക്കുന്ന പോരാട്ടം മിഡ്ഫീൽഡിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു ഓവറോൾ കാര്യം പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഫ്രാൻസ് കൂടുതൽ അനുഭവസമ്പത്തുള്ളൊരു ടീമാണ്. പക്ഷേ മൊറോക്കോ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും സങ്കീർണമായ പ്രതിരോധം ഉള്ള ഒരു ടീമാണ്. അപ്പോൾ അത് തമ്മിലൊരു പോരാട്ടമായിരിക്കും ഇന്ന് നടക്കാൻ പോവുക എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന അടുത്ത ദിവസങ്ങളിലെ മത്സരം നോക്കിയാൽ സ്പെയിനും ബെൽജിയവും തമ്മിലുള്ള മത്സരം അടുത്ത ദിവസം നടക്കാൻ പോകുന്നുണ്ട്. ഈ ഒരു പ്രീ ക്വാർട്ടറിൽ നിന്ന് വിജയിച്ച സ്പെയിനും ബെൽജിയവും ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതിനുശേഷം ഇംഗ്ലണ്ടും നോർവേയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അത് ആരാധകർക്ക് വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നൊരു പ്രകടനമാണ് ഇംഗ്ലണ്ടും നോർവേയും തമ്മിലുള്ളത്. പിന്നുള്ളത് അർജൻറ്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിലുള്ളതാണ്. അപ്പോൾ ഇവിടുന്നൊരു 4 ടീമുകൾ മുന്നേറിയാൽ അവരൊരു സെമി ഫൈനലിലേക്ക് എത്തും. അപ്പോഴും വീറും വാശിയും കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പം നീ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ഫ്രാൻസ് ജയിക്കുകയാണെങ്കിൽ ഫ്രാൻസും സ്പെയിൻ ജയിക്കുകയാണെങ്കിൽ സ്പെയിനും തമ്മിലൊരു പോരാട്ടമായിരിക്കും സെമി ഫൈനലിൽ ഉണ്ടാകുക. ഇന്ന് ആവേശം നിറഞ്ഞു നിൽക്കുന്നൊരു പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് യുവതാരങ്ങളായ എംബാപ്പയും ഒപ്പം സ്പെയിൻ്റെ യാമിൻ യമാലും തമ്മിലൊരു പോരാട്ടമായിരിക്കും എന്നൊരു സംശയമില്ല. ആരാധകരൊക്കെ ഉറ്റുനോക്കിയൊരു പ്രകടനമാണ്. അപ്പോൾ അങ്ങനൊരു മത്സരം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധ്യതയില്ല, അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മത്സരമാണ്. അല്ലെങ്കിൽ മറുവശത്ത് മൊറോക്കോ ജയിക്കുക അല്ലെങ്കിൽ ബെൽജിയം ജയിക്കുകയാണെങ്കിൽ മൊറോക്കോയും ബെൽജിയം തമ്മിലൊരു പോരാട്ടം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഒപ്പം മറ്റൊരു സെമി ഫൈനലിൽ നടക്കാനുള്ള ഏറ്റവും വലിയൊരു സാധ്യത ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിലൊരു പോരാട്ടം നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇംഗ്ലണ്ട് നോർവേ മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടും അർജൻറ്റീന സ്വിറ്റ്സർലൻഡ് മത്സരത്തിൽ അർജൻറ്റീന ജയിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിലുള്ളൊരു പോരാട്ടം, അത് പരിചയസമ്പന്നരായ ഹാരി കെയ്നും മെസ്സിയും തമ്മിൽ നേർക്കുനേറുള്ളൊരു പോരാട്ടം എന്നുകൂടി പറയാം. അതല്ല ഇനി നോർവേയും അർജൻറ്റീനയുമാണ് വരുന്നതെങ്കിൽ ഹാളണ്ടും ഒപ്പം അർജൻറ്റീന മെസ്സിയും തമ്മിലൊരു പോരാട്ടം, അതിലേക്കൊക്കെയാണ് മത്സരങ്ങൾ എന്തായാലും വരിക. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ടീമുകൾ 8 ടീമുകൾ 48-ൽ നിന്നും 8 ടീമുകളായി ഏറ്റവും ശക്തരായ 8 ടീമുകൾ നേർക്കുനേർ വരുന്ന പോരാട്ടം അതിന് എന്തായാലും ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുന്നു. ഇനി അങ്ങോട്ടുള്ളത് ക്വാർട്ടർ ഫൈനലിൽ 4 മത്സരങ്ങൾ നടക്കുന്നുണ്ട്. 8 ടീമുകളാണ്, 4 മത്സരങ്ങൾ നടക്കുന്നു. അവിടെ നിന്ന് സെമി ഫൈനലിൽ 2 മത്സരങ്ങൾ, അങ്ങനെ 6, ഒപ്പം ഫൈനൽ 7, ഒപ്പം ലൂസേഴ്സ് ഫൈനൽ 8, അങ്ങനെ 8 മത്സരങ്ങൾ കൂടി മാത്രമാണ് ഈ ഒരു ലോകകപ്പിൽ അവശേഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരത്തിന് വേണ്ടി ആരാധകർക്ക് ഉറ്റുനോക്കുന്നൊരു മത്സരം ഇന്ന് ഫ്രാൻസിൻ്റെതാണ്. ഫ്രാൻസിനെ മൊറോക്കോ അട്ടിമറിക്കുമോ എന്നാണ് ആരാധകരൊക്കെ എന്തായാലും ഉറ്റുനോക്കുന്നത്. നമ്മളും അതിലേക്കാണ് എന്തായാലും നോക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പങ്കുവെക്കാം.